എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചതുരപ്പയർ തോരൻ വയ്ക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇതിന് ജീരകമോ വലിയ ജീരകമോ ഒന്നും അരയ്ക്കില്ല. ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കഷ്ണം തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു സവാള, കറിവേപ്പില. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഒഴിക്കാനുള്ള, ഞാൻ കടുവൊന്നും ഇടൂല. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ തേങ്ങ ഒന്ന് നമുക്ക് വറുത്ത് കൊടുക്കാം. നല്ല ചുമക്കണ്ട, ചെറിയ രീതിയിലൊന്ന് വറുത്ത് കൊടുക്കണം. തേങ്ങ ഈ രീതിയിൽ കട്ട് ചെയ്യണം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, വേറെ ഒരു എണ്ണയും എടുക്കരുത്. ഈ രീതിയിലൊന്ന് നമുക്ക് വറുത്തതിന് ശേഷം ഒന്ന് ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചുവന്ന് വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. കരിഞ്ഞു പോകരുത്, ചെറിയ തീ തന്നെ ആയിരിക്കണം. ചെറിയ രീതിയിൽ എടുക്കാവൂ. ഇനി സവാള ഇട്ട് കൊടുക്കുക. ഒരു സവാള കൊത്തി അരിഞ്ഞതാണ്. ചെറിയ ഉള്ളി ഇടണമെങ്കിൽ അതും കുഴപ്പമില്ല. ഒരു വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പയറിട്ട് കൊടുക്കാം. പയറിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഭരണീര് ഒരു സൈഡ് പൊട്ടിപ്പോയി, അതിനി എടുത്ത് മാറ്റണം. നമുക്ക് മാറ്റിയിട്ട് വേറെ എടുത്ത് വയ്ക്കാം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, 3 കാന്താരി മുളക്, 2 കഷ്ണം വെളുത്തുള്ളി, ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരണം. തോരത്തിന് അരയ്ക്കുന്നതൊക്കെ പലർക്കും അറിയാം. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇടുന്നത്. ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ആയിരിക്കണം. വെള്ളം അല്പം പോലും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ അതിന് ടേസ്റ്റ് മാറും. ഒരു മെഴുക്ക് വരട്ടിയിട പരുവമാകുമ്പോഴേ ഇതിൽ നമുക്ക് അരപ്പിട്ട് കൊടുക്കാവൂ. അതാണ് ടേസ്റ്റ് തോരനൊക്കെ. ഒരിക്കൽ കൂടി മൂടി വയ്ക്കാം. ഇനി നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. തോരത്തിനൊക്കെ നമ്മൾ അരയ്ക്കുമ്പോൾ ഒരുപാട് തേങ്ങ ചേർക്കരുത്. അപ്പോൾ പച്ചക്കറിയുടെ ടേസ്റ്റ് അങ്ങ് പോവും. തോരത്തിനൊക്കെ തേങ്ങ കുറച്ചേ ഇടാവൂ. നമുക്ക് പച്ചക്കറിയുടെ ചുവ കിട്ടണമെങ്കിൽ കുറച്ചേ തേങ്ങ ഇടാവൂ. തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന തോരനാണ്. നിങ്ങൾ അറിഞ്ഞുകൂടാത്തവർ ഈ പയർ കിട്ടുമ്പോൾ വെച്ച് നോക്കണം. കണ്ട, പെട്ടെന്ന് റെഡിയായി.